നമസ്കാരം. ശ്രീരാമദേവനും ലക്ഷ്മണനും സുഗ്രീവനെ കണ്ട് സംഭാഷണം ആരംഭിച്ചു. സുഗ്രീവനും ശ്രീരാമദേവനുമായി സംസാരിക്കുക. സുഗ്രീവൻ നേരിടുന്ന വിഷമങ്ങളൊക്കെ ഭഗവാനോട് ചൊല്ലാൻ തുടങ്ങി. സുഗ്രീവനെ കിഷ്കിന്ധയിൽ നിന്ന് ആട്ടി ഓടിച്ചതും സുഗ്രീവൻ്റെ ഭാര്യ രുമയെ ബാലി തട്ടിയെടുത്തതുമായ കാര്യങ്ങളൊക്കെ സുഗ്രീവൻ വേദനയോടുകൂടി ആദ്യം ശ്രീരാമദേവനോട് പറഞ്ഞു. ശ്രീരാമദേവൻ്റെ കാര്യങ്ങൾ അദ്ദേഹം തന്നെ പറഞ്ഞു. 14 വർഷം വനവാസത്തിൻ്റെ കാര്യവും അതിനിടയിൽ തൻ്റെ പ്രിയപത്നി നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുമൊക്കെ സുഗ്രീവനോട് സംസാരിച്ചു. പത്നി നഷ്ടപ്പെട്ടതിലുള്ള തീവ്രമായ ദുഃഖം ശ്രീരാമദേവൻ പ്രകടിപ്പിച്ചു. അപ്പോൾ സുഗ്രീവന് ശ്രീരാമദേവനോടുള്ള ആദ്യം തോന്നിയ മാനസികാവസ്ഥ മാറി ഭഗവാനിൽ ഭക്തിയായി. സുഗ്രീവൻ പറഞ്ഞു, അങ്ങയെ ദർശിച്ചത് വഴി നമ്മുടെ ചിന്ത മോക്ഷപ്രാപ്തിയിലേക്ക് നീങ്ങുകയാണ്. മോക്ഷപ്രാപ്തിയാണ് നമ്മുടെ ആഗ്രഹം. കിഷ്കിന്ധയും ഭാര്യയും ഭരണവും ഒന്നുമല്ല. ഇപ്പോൾ നമ്മുടെ മനസ്സിൽ നിറയെ അങ്ങയോടുള്ള ഭക്തിയാണ്. അങ്ങയിൽ ലയിക്കണം എന്നുള്ള ചിന്തയിലാണ് നാം. ഈ വിധം ഒരു ഭക്തനായി സുഗ്രീവൻ മാറി. സുഗ്രീവൻ ഈ പറയുന്നത് മുഴുവൻ തന്നെ ശ്രദ്ധാപൂർവം ശ്രീരാമദേവൻ കേട്ടുകൊണ്ടിരുന്നു. അതിൽ ശ്രീരാമസ്തുതിയായിരുന്നു ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ ശ്രീരാമദേവൻ ഇതൊക്കെ കേട്ടിട്ട് സുഗ്രീവനെ വീണ്ടും മോഹവലയത്തിലേക്ക് കൊണ്ടുവന്നു. മോഹമുണ്ടെങ്കിലല്ലേ അയാൾക്ക് ആഗ്രഹിക്കുന്ന ആഗ്രഹം നടത്തുവാൻ മോഹമുണ്ടാവുകയുള്ളൂ. ഒരാളുടെ മോഹം നഷ്ടപ്പെട്ടു പോയാൽ, മോഹമുക്തമായാൽ ഈശ്വര സാക്ഷാത്കാരത്തെക്കുറിച്ചായിരിക്കും ആളുകൾ ചിന്തിക്കുക. അപ്പം ആ നിലയിലുള്ള മോഹമുക്തമാകുന്ന മാനസികാവസ്ഥയിൽ സുഗ്രീവൻ എത്തിച്ചേർന്നതുപോലുള്ള അവസ്ഥയും മോക്ഷപ്രാപ്തിയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതല്ല ഇപ്പോഴുള്ള സുഗ്രീവൻ്റെ വഴി എന്ന് ശ്രീരാമദേവൻ തിരിച്ചറിഞ്ഞുകൊണ്ട് വീണ്ടും മോഹവലയത്തിൽ സുഗ്രീവനെ പെടുത്തുകയാണ്. സുഗ്രീവനോട് സുഗ്രീവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ശ്രീരാമദേവൻ്റെ പിന്തുണയും സഹായവും ഉണ്ടെന്നുള്ളത് ഉറപ്പാക്കിക്കൊണ്ട് സംസാരിക്കുവാൻ തുടങ്ങി. ആ സംസാരം തുടരവേ ലക്ഷ്മണൻ ഹനുമാനുമായി സംസാരിച്ചുകൊണ്ട് പിന്നാലെ നടന്നു വരികയായിരുന്നു.
ഈ സംസാരത്തിനിടയിൽ സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോയ വിഷയം രാവണൻ എന്ന രാക്ഷസൻ അപഹരിച്ചു കൊണ്ടുപോയ വിവരം ലക്ഷ്മണൻ ഹനുമാനോട് പറയുകയാണ്. അത് അന്വേഷിച്ചാണ് രാമലക്ഷ്മണന്മാർ ഇറങ്ങിയതെന്നും ഈ വഴി കടന്നു വന്നതെന്നുമുള്ള വിവരം ഹനുമാനോട് പറഞ്ഞു. ഇത് പറയുമ്പോൾ ലക്ഷ്മണൻ്റെ മുഖത്ത്, രാവണൻ്റെ നാമം തന്നെ പറയുമ്പോൾ മുഖത്ത് അത്യധികം കോപമുണ്ടായിരുന്നു. ആ കോപം നിയന്ത്രിച്ചുകൊണ്ടാണ് ലക്ഷ്മണൻ സംസാരിച്ചു തുടങ്ങിയത്. ഇപ്പോൾ ഹനുമാൻ ലക്ഷ്മണനോട് രാവണനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം രാവണനെ ബാലി വാലിൽ കെട്ടിക്കൊണ്ടു നടന്ന കഥയാണ്. രാവണൻ വളരെ വലിയ അഹങ്കാരിയാണ്. എല്ലാവരെക്കാളും ശക്തനാണ് എന്നാണ് രാവണൻ്റെ ഭാവം. ഇപ്പം രാവണൻ അറിയുന്നു ബാലി എന്നൊരു മറ്റൊരു വനരാജാവ് ഇവിടെ കിഷ്കിന്ധയിൽ ഉണ്ടെന്നറിഞ്ഞു. അപ്പോൾ ബാലിയെ കാണുവാനും ബാലിയെ നേരിടുവാനും ബാലിയുടെ ശക്തി പരീക്ഷിക്കുവാനും ബാലിയെ വധിക്കുവാനും രാവണൻ തീരുമാനിച്ചു. ഒപ്പം രാവണൻ അറിഞ്ഞു ബാലിക്കൊരു വരം കിട്ടിയിട്ടുണ്ട്. എതിർക്കുന്ന ആളിൻ്റെ പകുതി ശക്തി തന്നിലേക്ക് ആവാഹിക്കപ്പെടും എന്ന ഒരു വരം കിട്ടിയിട്ടുണ്ട് എന്ന് രാവണൻ അറിയുന്നു. അപ്പോൾ ബാലിയെ മുന്നിൽ കൂടി വന്ന് കൊല്ലാൻ പറ്റില്ല എന്ന് രാവണന് മനസ്സിലായി. ഇപ്പോൾ ബാലി തീവ്രമായ ഭക്തിയുള്ള ആളാണ്. രാവിലെ കടൽക്കരയിൽ പോയിരുന്ന ദീർഘകാല സമയം ഏറെ പ്രാർത്ഥനകൾ നടത്തുകയും പല കടലിലേക്കും ചാടി പ്രഭാത പൂജകൾ നടത്തുകയും ചെയ്യുന്ന വ്യക്തിയാണ് ബാലി എന്ന് രാവണൻ മനസ്സിലാക്കിയിരുന്നു. ഇപ്പോൾ ബാലി ഒരു കടൽക്കരയിൽ പ്രാർത്ഥനാനിരതനായിരിക്കുമ്പോൾ രാവണൻ പിന്നിൽ കൂടി ചെന്ന് ബാലിയെ വാലിൽ തൂക്കിയെടുത്ത് തറയിലടിക്കാം, അങ്ങനെ വകവരുത്താം, വധിക്കാം എന്ന് കരുതി വളരെ ഒച്ചയൊന്നുമില്ലാതെ ബാലിയുടെ പിന്നിലേക്ക് നടന്നു വന്നു. ബാലി ഇത് അറിയുന്നുണ്ടായിരുന്നു രാവണൻ വരുന്നത്. ബാലി തൻ്റെ പൂജാതി കർമ്മങ്ങൾ നടക്കുന്നതിനിടയിൽ തൻ്റെ പിന്നിലേക്ക് കടന്നു വരുന്ന രാവണൻ്റെ വരവ് മനസ്സിലാക്കി രാവണൻ അടുത്തെത്തിയപ്പോൾ തൻ്റെ വാല് പെട്ടെന്ന് നീട്ടി രാവണനെ ചുരുട്ടി വാലിനുള്ളിലാക്കി. രാവണൻ സമ്പൂർണമായി ബാലിയുടെ വാൽ കെട്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ബാലി രാവണനെയും കൊണ്ട് തന്നെയാണ് ചാടി ഓരോ കടൽക്കരയിലേക്കും പോയത്. കടൽക്കരയിൽ പോവുക, കടലിൽ കുളിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോഴൊക്കെ രാവണൻ ബാലിയുടെ വാലിൽ കിടക്കുകയാണ്. അപ്പോൾ ബാലിയുടെ വാലിൽ ഇങ്ങനെ രാവണൻ കിടക്കുന്നത് കണ്ട് സ്ത്രീകളും കുട്ടികളടക്കം ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ രാവണൻ വശം കെട്ടു. ബാലി കുറേ സമയം ഇങ്ങനെ കൊണ്ടു നടന്നു. അവസാനം രാവണനെ സ്വതന്ത്രനാക്കി വിട്ടു. അതിനുശേഷം രാവണൻ ബാലിയുടെ വളരെ വലിയ സുഹൃത്തായി മാറി.
ബാലിയുമായി ഏറ്റുമുട്ടാൻ താനില്ല എന്നും ബാലിയുമായി ഏറ്റുമുട്ടിയാൽ തനിക്ക് ജയിക്കാനാവില്ല എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ബാലിയുമായി വളരെ അടുപ്പത്തിലായി രാവണൻ. ഇക്കാര്യം ഹനുമാൻ ലക്ഷ്മണനോട് പറഞ്ഞു. ഇങ്ങനെ ബാലിയെ വാലിൽ കെട്ടി ബാലി കൊണ്ട് നടന്ന കാര്യം പറഞ്ഞു. അതിനിടയിൽ ഇവരെ നടത്താൻ ശ്രീരാമദേവനും സുഗ്രീവൻ നടന്ന് വളരെ മുന്നോട്ട് പോയി. അതിൻ്റെ പിന്നാലെ ഇവർ നടക്കുകയാണ്. ശ്രീരാമദേവൻ നടത്തിയുടെ വേഗത കുറച്ചു. സുഗ്രീവനും അവിടെ ഒപ്പം നിന്നു. ആ സമയം ഹനുമാനും ലക്ഷ്മണനും ഒപ്പമെത്തി. അപ്പോൾ ഇങ്ങനെ എന്ത് വേണമെന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ച തുടങ്ങുമ്പോൾ സുഗ്രീവൻ്റെ പ്രശ്നങ്ങൾ ആദ്യം പരിഹരിക്കുക. അപ്പോൾ സുഗ്രീവൻ പറഞ്ഞു, നാം സീതാദേവിയെ കണ്ടെത്തുവാനുള്ള എല്ലാ മാർഗവും സ്വീകരിക്കാൻ തയ്യാറാണ്. അതിന് എന്ത് വേണമെന്ന് നാം നിശ്ചയിച്ചാൽ മതി. നമ്മുടെ വാനരരെ പല സ്ഥലങ്ങളിലേക്ക് വായിച്ച് നമുക്ക് അന്വേഷിക്കാം. അപ്പോൾ സുഗ്രീവൻ ഇങ്ങനെ ശ്രീരാമദേവൻ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയ വിശേഷം പറയുമ്പോൾ സുഗ്രീവൻ പറഞ്ഞു, കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് ഋഷിമുഖാചലത്തിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ആകാശമാർഗ്ഗം ഒരു ആകാശയാനത്തിലൂടെ ഒരു രാക്ഷസൻ ഒരു സ്ത്രീയെ കൊണ്ട് പോകുന്ന ഒച്ച കേട്ടു. സ്ത്രീയുടെ ഒച്ചവിളി കേട്ടു. ആ സ്ത്രീ കുറേ സാധനങ്ങൾ താഴോട്ട് വലിച്ചെറിഞ്ഞു. അത് നാം എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ലക്ഷ്മണനോട് ഇത് കേട്ട ലക്ഷ്മണനും ഹനുമാനും ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇങ്ങനെ താഴോട്ട് വലിച്ചെറിഞ്ഞ കാര്യം സുഗ്രീവൻ പറയുമ്പോൾ അപ്പോൾ ശ്രീരാമദേവൻ പറഞ്ഞ് ആ സാധനം എവിടെയാണെന്ന് കാണാൻ ആഗ്രഹമുണ്ടെന്ന്. ഉടൻ തന്നെ ഹനുമാനോട് പറഞ്ഞു, ആ സാധനം നമ്മുടെ പൂജാ സ്ഥലത്തിരിപ്പുണ്ട്, എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഹനുമാൻ ഞൊടിയിടയിൽ പോയി എടുത്തുകൊണ്ടുവന്നു. എടുത്തുകൊണ്ടുവരുമ്പോൾ അത് സീതാദേവിയുടെ ആഭരണങ്ങളാണ്. സീതാദേവി അയച്ചത്. ഇത് കാണുമ്പോൾ ശ്രീരാമദേവനും ലക്ഷ്മണനും മാനസികമായിട്ട് വളരെ വല്ലാത്ത ദുഃഖത്തിലാവുകയാണ്. സീതാദേവിയുടെ ആഭരണങ്ങൾ കണ്ടപ്പോൾ സീതാദേവി നിൽക്കുന്നതായി ശ്രീരാമദേവൻ തോന്നുകയാണ്. ആ ഒരു മാനസികാവസ്ഥ, ദുഃഖം താങ്ങാൻ വയ്യാതെ ശ്രീരാമൻ അവിടെ ഇരുന്നു. പിന്നീട് ഓരോന്നോരോന്ന് പറഞ്ഞ് ശ്രീരാമദേവനെ വീണ്ടും കൂടുതൽ ഊർജ്ജസ്വലമാക്കി മാറ്റുകയാണ് ലക്ഷ്മണനും സുഗ്രീവനും ഹനുമാനുമായി. ആ സുഗ്രീവൻ അപ്പോൾ പറയുകയാണ്, സീതാദേവിയെ കണ്ടെത്തുവാൻ അടിയന്തിരമായി വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ നാം തയ്യാറാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തിൽ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചാലും നാം കണ്ടുപിടിക്കും എന്നിങ്ങനെ പറഞ്ഞു. നമ്മുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. അതായത് കിഷ്കിന്ധയിൽ നിന്ന് സുഗ്രീവൻ പുറത്താക്കപ്പെട്ട കാര്യവും സുഗ്രീവൻ്റെ ഭാര്യയെ ബാലി തടവിലാക്കിയ കാര്യവും ഒക്കെ തന്നെ അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് നമുക്ക് സീതാദേവിയുടെ കാര്യം ആദ്യം നടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനിടപെട്ട് ഹനുമാൻ പറഞ്ഞു, നമുക്ക് ആദ്യം വേണ്ടത് ബാലിവധമാണ്. സുഗ്രീവൻ കിഷ്കിന്ധയിലെ രാജാവായാൽ ഇവിടെയുള്ള വാനര സൈന്യത്തെ പരമാവധി ഉപയോഗിക്കാൻ പറ്റും. അത് നമ്മുടെ അന്വേഷണത്തെ കൂടുതൽ സഹായിക്കും. ലോകം മുഴുവൻ പോകാൻ പറ്റുന്ന വാനര സൈന്യം നമ്മളോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് വാനര സൈന്യത്തെ ഒപ്പം നിർത്തണമെങ്കിൽ വാനര രാജാവായി സുഗ്രീവൻ ഉടൻ മാറിയേ മതിയാകും. അതുകൊണ്ട് ആദ്യം നടക്കേണ്ടത് ബാലിവധമാണ് എന്നത്. അക്കാര്യം ശ്രീരാമദേവനും സമ്മതിച്ചു. ശ്രീരാമദേവനും ലക്ഷ്മണനും ആ അഭിപ്രായമാണ് ശരി എന്ന നിലയിൽ എത്തിച്ചേർന്നു. അപ്പോൾ ആദ്യം നടക്കേണ്ടത് ബാലിവധം തന്നെ എന്ന് തീരുമാനിച്ചു. അങ്ങനെ ബാലിയെ വധിക്കുവാൻ തീരുമാനിച്ചു.
ബാലിയെ വധിക്കുവാനായി ശ്രീരാമദേവൻ തീരുമാനമെടുത്ത് സുഗ്രീവനോട് പറഞ്ഞു, സുഗ്രീവൻ കിഷ്കിന്ധയിൽ പോയി ബാലിയെ യുദ്ധത്തിന് വിളിക്കണം. നിങ്ങൾ യുദ്ധം ചെയ്യുന്നതിനിടയിൽ നാം മാറി നിന്ന് ബാലിയെ വധിക്കും. ബാലിക്ക് നേരെ നിന്ന് നമുക്ക് അമ്പെയ്താൽ നമ്മുടെ പകുതി ശക്തി ബാലിക്ക് പോകും. അപ്പോൾ ബാലിവധം നടക്കാതെ വരും. അതുകൊണ്ട് സുഗ്രീവൻ പോയി പോരിന് വിളിക്കാൻ പറഞ്ഞു. അത് കേട്ട് സുഗ്രീവൻ വലിയ ആവേശത്തിൽ കിഷ്കിന്ധയിൽ ചെന്ന് കൊട്ടാരമുറ്റത്ത് നിന്ന് ബാലിയെ വെല്ലുവിളിച്ചു, യുദ്ധത്തിന് വിളിച്ചു. അപ്പോൾ ബാലിയുടെ ഭാര്യയും ബാലിയൊക്കെ ഈ ഒച്ചയിലുള്ള സുഗ്രീവന്റെ ശബ്ദം കേട്ട് നോക്കുകയാണ്. സുഗ്രീവന് വന്ന് പോരിന് വിളിക്കുന്നു. ഋഷിമുഖാചലത്തിൽ പേടിച്ചു കഴിയുന്ന സുഗ്രീവൻ വന്ന് പോരിന് വിളിക്കുന്നു. ഇയാൾക്ക് എന്ത് പറ്റിയെന്നുള്ളതാണ്, എങ്ങനെ ധൈര്യമുണ്ടായെന്നാണ് ആൾക്കാർ. ബാലിയെ പോരിന് വിളിക്കുന്നു. ഇത് കേട്ട് ബാലി വളരെ ക്രോധത്തോടുകൂടി എടുത്ത് ചാടി വന്നു സുഗ്രീവനുമായി യുദ്ധം തുടങ്ങി. രണ്ട് മലകൾ ഏറ്റുമുട്ടും പോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം, ഇടി പിടി യുദ്ധം. സുഗ്രീവൻ ബാലി യുദ്ധം എന്ന് പറയുന്നത് എല്ലാവരും നോക്കി നിൽക്കുകയാണ്. ആകാശത്ത് ദേവന്മാരൊക്കെ നോക്കി, വളരെ വലിയ യുദ്ധം. ദിഗന്ധങ്ങൾ പൊട്ടുമാറുള്ള ഒച്ചയും ബഹളവുമായി യുദ്ധം നടക്കുകയാണ്. യുദ്ധം ബാലി സുഗ്രീവനെ ഇടിച്ച് ഒരു പരുവമാക്കി. സുഗ്രീവൻ കൊല്ലപ്പെടുമെന്നുള്ള നിലയിലേക്കെത്തി. ശ്രീരാമൻ ദൂരെ നിന്ന് നോക്കുകയാണ് എങ്ങനെ അമ്പ ചെയ്യുന്നത്. അപ്പോൾ രണ്ടും ഒരുപോലെ ഇരിക്കുന്നു. ബാലി സുഗ്രീവനും ഒരുപോലെ ഇരിക്കുന്നു. അമ്പ ചെയ്താൽ അബദ്ധത്തിന് സുഗ്രീവൻ്റെ ദേഹത്ത് കൊണ്ട് സുഗ്രീവൻ മരിച്ചാലോ? അപ്പോൾ ശ്രീരാമദേവൻ അമ്പ ചെയ്തില്ല. അപ്പോൾ സുഗ്രീവൻ അവിടെ നിന്ന് ഓടിയപ്പോൾ ബാലി ആ പോട്ടെന്ന് വെച്ചു. സുഗ്രീവൻ ഓടി ശ്രീരാമൻ്റെ അടുത്ത് വന്നു. എന്തൊരു ചതിയായിപ്പോയി, ഈ ദ്രോഹം എൻ്റെ കൂടെ വേണ്ടായിരുന്നു. അങ്ങ് വധിക്കുമെന്ന് പറഞ്ഞതനുസരിച്ചാണ് നാം ബാലിയെ വെല്ലുവിളിച്ചത്. ഈ വിധം ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വരുമെന്ന് നാം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ട് ഇവിടെ എത്തിയത്. ഇങ്ങനെ സുഗ്രീവൻ വിലപിക്കാത്തതാണ്. അപ്പോൾ ശ്രീരാമദേവൻ പറഞ്ഞു, നാം പൊളിവാക്കല്ല പറഞ്ഞത്. സുഗ്രീവനോട് നാം പറഞ്ഞ വാക്ക് പാലിക്കും. പക്ഷെ നാം പല പ്രാവശ്യം ശ്രമിച്ചു. ഒരു മരത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ബാലിയെ വധിക്കുവാനായി പല പ്രാവശ്യം ശ്രമിച്ചു. പക്ഷേ ബാലിയും സുഗ്രീവനും ഒരുപോലെയാണ് കണ്ടത്. രണ്ടുപേരും നിണമണിഞ്ഞ് ചോര ദേഹത്ത് വാർന്നൊലിഞ്ഞ് രണ്ടും ഒരുപോലെ തന്നെ ഇരിക്കുന്നു. അപ്പോൾ നാം അസ്ത്രമെയ്യുമ്പോൾ അറിയാതെ അത് സുഗ്രീവൻ്റെ ദേഹത്ത് കൊണ്ടാൽ സുഗ്രീവൻ കൊല്ലപ്പെടും. അപ്പം നാം സഹായിക്കാൻ വന്നതിൻ്റെ പേരിൽ നമ്മുടെ പ്രിയ സതീർത്ഥൻ കൊല്ലപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. അത് വളരെ ദുഃഖകരമായ കാര്യമാണ്. അതുകൊണ്ട് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ് യുദ്ധം ചെയ്യാതെ നാം മാറിയുന്നത്, നാം അസ്ത്രമെയ്യാതെ മാറിയുന്നത്. ഈ സമയം ശ്രീരാമൻ തന്നെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. സുഗ്രീവൻ വീണ്ടും യുദ്ധത്തിന് പോകണം. തിരിച്ചറിയാൻ വേണ്ടി കഴുത്തിൽ ഒരു പ്രത്യേക മാല ധരിക്കണം, പൂമാല ധരിക്കണം. അങ്ങനെ കഴുത്തിൽ മാലയൊക്കെ ഇട്ട് പോയി. വീണ്ടും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവിടെ പോയി കിഷ്കിന്ധയിൽ കൊട്ടാരത്തിന് മുമ്പ് പോയെന്ന് ബാലിയെ വെല്ലുവിളിച്ചു. ബാലിയെ വീണ്ടും വിളിച്ചപ്പോൾ
തോറ്റ് കുന്നംപാടി ഓടിയ സുഗ്രീവൻ വീണ്ടും വന്ന് വെല്ലുവിളിക്കുന്നു. തലയ്ക്ക് വിളവുള്ളവരാരും അത് ചെയ്യത്തില്ലല്ലോ, ജീവിതം ഒന്നും വിളിക്കത്തില്ലല്ലോ. അപ്പോൾ സുഗ്രീവൻ ഇങ്ങനെ വന്ന് വീണ്ടും വെല്ലുവിളിച്ചപ്പോൾ ബാലി ക്രോധം കൊണ്ട് വീണ്ടും യുദ്ധത്തിന് ചാടി ഇറങ്ങാൻ പോയി. അപ്പോൾ ബാലിയുടെ ഭാര്യ താര ബാലിയെ തടുത്തു. തോറ്റുപോയ സുഗ്രീവൻ വീണ്ടും വന്ന് വിളിക്കണമെങ്കിൽ തക്കതായ പിൻബലമില്ലാതെ സുഗ്രീവൻ വന്ന് വിളിക്കില്ല. അതുകൊണ്ട് അങ്ങ് ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറണം. അപ്പം താര ഭാര്യയുടെ ജീവിതത്തിൽ അതുവരെ ഒരു കാര്യത്തിനും തടസ്സം പറഞ്ഞിട്ടില്ല. അത് ബാലിയുടെ കാലിൽ പിടിച്ചുകൊണ്ട് പറയണം, അങ്ങ് യുദ്ധത്തിന് പോകരുത്, അപകടം പതിയിരിക്കുന്നു, ശത്രു ഒറ്റയ്ക്കല്ല, ശത്രുവിൻ്റെ പിന്നിൽ ആളുണ്ട്, ശത്രുവിൻ്റെ പിന്നിൽ മറ്റാരോ ഉണ്ട്. അപ്പോൾ ബാലി പറഞ്ഞു, ബാലിയുടെ ശക്തിയെക്കുറിച്ച് ബാലി പറഞ്ഞു, ആരുണ്ടായാലെന്താ, നമ്മെ വെല്ലുവിളിച്ചാൽ, നമ്മുടെ മുന്നിൽ വന്ന് വെല്ലുവിളിച്ചാൽ അത് നേരിടുക എന്നുള്ളത് നമ്മുടെ ഒരു സാമാന്യ നീതിബോധമാണ്. അത് നേരിടാൻ തന്നെയാണ് നാം തീരുമാനിച്ചിരിക്കുന്നത്. ഉത്തമനായ വ്യക്തി എന്ന് പറയുന്നത് സ്വന്തം ഭാര്യ തടസ്സം പറഞ്ഞാൽ ആ തടസ്സം അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക സാധാരണ ഉണ്ടാവില്ല. ഭാര്യ പറയുന്നത് കേൾക്കും. എന്തിനാ ഭാര്യ ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കും. അപ്പം താര പതിവില്ലാതെ ഇത് പറഞ്ഞു, തടയുകയും ചെയ്തു. പക്ഷേ ബാലി പിന്മാറാൻ തയ്യാറായില്ല. അപ്പോൾ വീണ്ടും താര പറഞ്ഞു, അങ്കദൻ വനത്തിൽ വെച്ചൊരു വാർത്ത കേട്ടു. വനത്തിൽ 2 യോദ്ധാക്കൾ, മനുഷ്യർ, ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരാണെന്ന് തോന്നുന്നു, രാമലക്ഷ്മണന്മാർ, അവർ സുഗ്രീവനുമായി ചങ്ങാത്തം കൂടിയിട്ടുണ്ട്. അവരുടെ പിൻബലത്താലാണ് സുഗ്രീവൻ യുദ്ധത്തിനങ്ങേ വിളിക്കുന്നത്. അതുകൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയണം. അപ്പോൾ ബാലി പറഞ്ഞു, രാമലക്ഷ്മണന്മാരോ, ദശരഥ മഹാരാജാവിൻ്റെ പ്രിയപുത്രൻ ശ്രീരാമദേവനോ, നാം അദ്ദേഹത്തിൻ്റെ ഭക്തനാണല്ലോ. ശ്രീരാമദേവന് ഏറ്റവും പ്രിയങ്കരനായ ഭക്തൻ നാമാണ്. ശ്രീരാമദേവനെ കാണുകയാണെങ്കിൽ നാം ഈ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ശ്രീരാമദേവൻ നമ്മെ എതിർക്കാൻ ശ്രീരാമദേവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നമുക്കെതിരായി മഹാദേവനും ബ്രഹ്മദേവനും ആരും ഒന്നും ചെയ്യില്ല. ശ്രീരാമദേവൻ ഒരിക്കലും ഒരു കാരണവശാലും ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ താരാദേവി പറയുകയാണ്, ശ്രീരാമദേവൻ സുഗ്രീവന് വാക്കുകൊടുത്തിരിക്കുന്നു എന്നാണ് നാം അറിയുന്നതെന്ന്. എന്തായാലും അങ്ങനെ സംഭവിക്കത്തില്ല. ശ്രീരാമൻ ഒരു കാരണവശാലും നമ്മെ വധിക്കുവാനായി സുഗ്രീവനൊപ്പം ചേരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാലി യുദ്ധത്തിനായി പുറപ്പെട്ടു. യുദ്ധം തുടങ്ങി. കടുത്ത യുദ്ധം, കടുത്ത പോര്. അതുപോലെ ബാലി സുഗ്രീവൻ്റെ മണ്ടയൊക്കെ ഇടിച്ചു പൊട്ടിച്ചു. തിരിച്ച് സുഗ്രീവൻ ബാലി ഇടിച്ചു. വലിയ ഇടിയും ബഹളവും. എല്ലാവരും നോക്കി നിൽക്കുക. ആ സമയം ഒരു മരത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ശ്രീരാമദേവൻ ബാലിയുടെ നേർക്ക് അസ്ത്രം അയച്ചു. ആ അസ്ത്രം ബാലിയുടെ ശരീരത്തിൽ പതിച്ചു. പെട്ടെന്ന് ഈ അസ്ത്രം പതിച്ചപ്പോൾ ബാലി, ഇതാരുടെ അസ്ത്രമാണ് നമ്മുടെ നേർ വന്നത്? നമുക്ക് മഹാദേവൻ്റെതല്ല, ബ്രഹ്മദേവനുമല്ല. ഇതാരാ ഈ അസ്ത്രം അയച്ചത്? വിഷ്ണുദേവനുമല്ല,
പിന്നീട് നോക്കുമ്പോഴാണ് ബാലിയുടെ മുന്നിൽ ശ്രീരാമദേവൻ വന്നു നിൽക്കുന്നു. മൂവരുടെയും ശക്തി സ്വരൂപിച്ചിട്ടുള്ള മഹാശക്തിമാനായ ശ്രീരാമദേവൻ തൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നു. അപ്പോൾ ശ്രീരാമദേവൻ്റെ അസ്ത്രമാണ് തൻ്റെ ശരീരത്തിൽ പതിച്ചത് എന്ന് ബാലിക്ക് മനസ്സിലായി. ബാലി ആ അസ്ത്രത്തിൽ പിടിച്ചുകൊണ്ട്, ദേവാ, അങ്ങ് എന്തിനാണ് എൻ്റെ മേൽ ഈ അസ്ത്രം ചെയ്തത്? നാം എന്ത് തെറ്റാണ് അങ്ങക്ക് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ബാലി ശ്രീരാമദേവനോട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങയുടെ ഭാര്യയെ നഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മോടൊരു വാക്ക് പറഞ്ഞാൽ പോരെ? ആ രാവണനെ കൊണ്ട് അങ്ങയുടെ പാദത്തിൽ കൊണ്ട് സീതാദേവി ഏൽപ്പിക്കാൻ നമുക്കൊരു നിമിഷം മതിയല്ലോ. അങ്ങ് എന്തിനാണ് നമ്മെ വധിക്കാൻ തയ്യാറായത്, നമുക്കെതിരെ അസ്ത്രമയച്ചത്? ഈ വിധം ഭാര്യ നിരന്തരമായ ചോദ്യങ്ങൾ ശ്രീരാമദേവനോട് ചോദിക്കാൻ തുടങ്ങി. ശ്രീരാമദേവൻ അതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയം ബാലിയുടെ ചോദ്യങ്ങൾ ചോദിച്ച് ശ്രീരാമദേവനെ കുറ്റപ്പെടുത്തുന്ന നിലയിൽ സംസാരിച്ചു തുടങ്ങി. ആ സമയം ലക്ഷ്മണൻ ഇടപെട്ടു.